പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോക ചരിത്രത്തിലെ കഴിഞ്ഞ ക്ലാസ്സിലോട് കൂടി രണ്ടാം ലോക മഹായുദ്ധം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളിലേക്ക് പോവാണ്. പി എസ് സിയുടെ സിലബസിൽ നമുക്ക് ഐക്യരാഷ്ട്ര സംഘടന പഠിക്കാനുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതും ഒന്നാം ലോക മഹായുദ്ധാനന്തരം വീണ്ടും ഒരു ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതുമായ ഒരു സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നാഷൻസ് എന്ന പേരിൽ അറിയപ്പെടുക. ലീഗ് ഓഫ് നാഷൻസ് നമുക്ക് പരിചയപ്പെട്ടാലോ? യെസ്. അപ്പോൾ ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഒരു അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്ന് പറയപ്പെടുന്നു അല്ലെ. ദ പ്രീഡിസസർ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ലീഗ് ഓഫ് നാഷൻസ് ആണ്. Came into existence on 10th January 1920. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെന്നേ. നമുക്കിവിടെ ഒരു 4 ഡേറ്റുകൾ കൃത്യമായി പഠിച്ചുറപ്പിക്കണം. ലീഗ് ഓഫ് നാഷൻസ് നിലവിൽ വന്നത് 1920 ജനുവരി 10 പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സമാധാന സമ്മേളനം വിളിച്ചു ചേർത്തു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം പഠിച്ചപ്പോൾ. ഒന്നാം ലോക മഹായുദ്ധം 1918 അവസാനിച്ചു. തുടർന്ന് പാരീസിൽ വെച്ച്, ഫ്രാൻസിലെ പാരീസിൽ വെച്ച് ഒരു സമാധാന സമ്മേളനം വിളിച്ചു കൂട്ടി. ആ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ആശയമായിരുന്നു ലോക സമാധാനത്തിന് വേണ്ടി ഒരു സംഘടന. ആ ഒരു സംഘടന പ്രാബല്യത്തിൽ വരുന്നത്, നിലവിൽ വരുന്നത് 1920 ജനുവരി 10 അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഈ ഡേറ്റ് കൃത്യമായി തന്നെ പഠിക്കണം. അതിനു മുമ്പ് വേറെ കുറച്ച് ഡേറ്റുകൾ പഠിക്കാനുണ്ട് ലീഗ് ഓഫ് നാഷൻസിനെ സംബന്ധിച്ച് കേട്ടോ. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ ഇൻ സ്വിറ്റ്സർലൻഡ്. നമ്പർ ഓഫ് ഫൗണ്ടിംഗ് മെമ്പേഴ്സ് 42. ലീഗ് ഓഫ് നാഷൻസ് എന്ന സംഘടനയിലെ സ്ഥാപക അംഗങ്ങളുടെ എണ്ണം, മെമ്പേഴ്സിന്റെ എണ്ണം 42 അംഗരാജ്യങ്ങളാണ്. It was an international peace organization formed after the First World War. ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപം കൊണ്ട ലോകത്തെ ഒരു അന്തർദേശീയ ലോക സംഘടനയാണ് ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു ഒരു സമാധാന സമ്മേളനം പാരീസിൽ വിളിച്ചു കൂട്ടി. പാരീസിൽ എവിടെയാണ് ഇവർ സമ്മേളിച്ചത്? ഫ്രാൻസിന്റെ തലസ്ഥാന നഗരമായ പാരീസിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായ വേഴ്സൈൽസ് കൊട്ടാരത്തിൽ വെച്ച്, അഥവാ വേഴ്സായ് കൊട്ടാരത്തിൽ വെച്ചായിരുന്നു. ആ സമ്മേളനം നടക്കുന്ന 1919 അല്ലേ? ആ സമ്മേളനത്തെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. യെസ്, ദ ട്രീറ്റി ദാറ്റ് പാവ്ഡ് ദ വേ ഫോർ ഇറ്റ്സ് ഫോർമേഷൻ, ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. വേഴ്സൈൽ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമാണ്. അത് പാരീസിലാണ് സ്ഥിതി ചെയ്യുക. അപ്പൊ പാരീസിൽ ചേർന്ന സമാധാന സമ്മേളനമാണ് എന്ത് ചെയ്യുന്നത്? ഈ വേഴ്സായി കൊട്ടാരത്തിൽ വെച്ച് സമ്മേളിക്കുന്നതും ആ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നതും ആ ഉടമ്പടിയിൽ ഉള്ളടക്കത്തിൽ ഒന്നായിരുന്നു സമാധാന സംഘടന. ഓക്കെ, ദ ട്രീറ്റി ദാറ്റ് പാവ്ഡ് ദ വേ ഫോർ ഇറ്റ്സ് ഫോർമേഷൻ, ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ഇൻ 1990. The idea was proposed by Woodrow Wilson, the American president. അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ ആണ് അന്തർദേശീയ തലത്തിൽ ഒരു സമാധാന സംഘടന വേണം എന്ന ആശയം ഈ പാരീസ് സമാധാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുക. സോ ഹി വാസ് നോൺ ആസ് ഫാദർ ഓഫ് ദ ലീഗ് ഓഫ് നാഷൻസ്. ലീഗ് ഓഫ് നാഷൻസിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ ആരെയാണ്? അമേരിക്കൻ പ്രസിഡന്റും ലീഗ് ഓഫ് നാഷൻസ് എന്ന ആശയം 1919 പാരീസിലെ സമാധാന സമ്മേളനത്തിൽ ഉന്നയിച്ച വ്യക്തിയുമായ വുഡ്രോ വിൽസണെയാണ്. Presented the 14 points at the Paris Peace Conference. പാരീസ് സമാധാന സമ്മേളനത്തിൽ 1919 പാരീസ് സമാധാന സമ്മേളനത്തിൽ 14 ആശയങ്ങളാണ് ആരവതരിപ്പിക്കുക? വുഡ്രോ വിൽസൺ. അതിലൊന്നായിരുന്നു അന്താരാഷ്ട്ര സമാധാന സംഘടന. പാരീസ് കോൺഫറൻസ് വിളിച്ചു ചേർത്തത് 1919, കൃത്യമായി പറഞ്ഞാൽ ജനുവരി മാസം 18 മുതൽ 20 വരെയായിരുന്നു. ജനുവരി മാസം 18 മുതൽ 20 വരെ. The United States was not a member of League of Nations.
ലീഗ് ഓഫ് നാഷൻസിന്റെ രൂപീകരണത്തിന് തുടക്കം കുറിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണെങ്കിലും ഈ ലീഗ് ഓഫ് നാഷൻസിൽ അംഗമാകാൻ ആര് തയ്യാറായില്ല? വുഡ്രോ വിൽസൺ, അതായത് അമേരിക്ക തയ്യാറായില്ല. അപ്പോ ഐക്യരാഷ്ട്രസഭ മുൻഗാമിയായ ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിക്കാൻ കാരണമായ സമാധാന സമ്മേളനം അഥവാ സമ്മേളനം നടന്നത് എന്ന് ഇവിടെ വെച്ച് 1919 ജനുവരി മാസം 18 മുതൽ 20 വരെ ഫ്രാൻസിലെ പാരീസിൽ വെച്ച്. പാരീസിൽ എവിടെ? ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായ വേഴ്സായി കൊട്ടാരത്തിൽ വെച്ച്. അപ്പൊ ഡേറ്റ് ഓർമ്മിക്കുക. രൂപീകരണത്തിന് കാരണമായ സമ്മേളനം നടന്നത് 1919 ജനുവരി 18 മുതൽ 20. ഔദ്യോഗികമായി നിലവിൽ വന്നതാണ് 1920 ജനുവരി മാസം 10-ാം തീയതി. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാൻ സ്ലൈഡ്. ലീഗ് ഓഫ് നാഷൻസ്, predecessor of United Nations, came into existence on 10th January 1920. Headquarters Geneva in Switzerland. Number of founding members 42. An international peace organization formed after First World War. The treaty that paved the way for its formation, Treaty of Versailles in 1990. The idea was proposed by Woodrow Wilson, the US President. He was known as Father of League of Nations. Woodrow Wilson presented the 14 points at the Paris Peace Conference. Paris Conference held from 18th January 1919 to 20th January 1990. The United States was not a member of League of Nations. അതായിരുന്നു ലീഗ് ഓഫ് നാഷൻസിന്റെ പരാജയത്തിന്റെ ആദ്യ ചവിട്ടുപടി. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമാണ് അമേരിക്ക. അമേരിക്ക ലീഗ് ഓഫ് നാഷൻസിൽ അംഗമല്ല എന്ന് പറയുമ്പോൾ ലോകത്തെ പ്രബല രാഷ്ട്രം അംഗമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ കൃത്യമായൊരു ഐക്യം കണ്ടെത്തുവാനൊന്നും ഈ ലീഗ് ഓഫ് നാഷൻസിന് കഴിഞ്ഞില്ല. ഏതെങ്കിലും രാജ്യങ്ങളോട് അക്രമവാസന പ്രതിരോധിക്കാൻ വേണ്ടി ലീഗ് ഓഫ് നാഷൻസ് ഇടപെടുമ്പോൾ നിങ്ങൾ പോയി വലിയ രാജ്യങ്ങളെ നിയന്ത്രിക്കൂ, സാമ്പത്തിക ശക്തിയെ നിയന്ത്രിക്കൂ എന്ന ആശയമായിരുന്നു അവിടെ പരക്കെ പ്രചരിക്കപ്പെട്ടത്. ഓക്കെ, നമുക്ക് തുടർന്ന് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ലീഗ് ഓഫ് നാഷൻസ്. ലീഗ് ഓഫ് നാഷൻസിന്റെ ലക്ഷ്യം ഒരു സമാധാന സംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും ലോകരാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുക്കലല്ല. ലീഗ് ഓഫ് നാഷൻസിന്റെ കീഴിലാണ് ലോകരാജ്യങ്ങളെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ല. അതുകൊണ്ട് ലീഗ് ഓഫ് നാഷൻസ് സംഘടനയുടെ ലക്ഷ്യം കൃത്യമായി നിർവചിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ലക്ഷ്യം? ടു പ്രിവെന്റ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ദുരിതം തന്നെ അത് വിജയിച്ച രാജ്യങ്ങളും പരാജയപ്പെട്ട രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ഒരു ലോകമഹായുദ്ധം വന്നാൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് സാമ്പത്തിക രാജ്യങ്ങളെന്ന് കണക്കാക്കിയവ പോലും വ്യവസായിക മുതലാളിത്ത രാജ്യങ്ങൾ പോലും കൂപ്പുകുത്തും. അതുകൊണ്ട് വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടായത് തടയുക. പക്ഷേ ഏതെങ്കിലും രാജ്യത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ടു പ്രൊമോട്ട് പീസ് ആൻഡ് സെക്യൂരിറ്റി എമംഗ് നേഷൻസ് by ensuring, അവർക്ക് ഇമ്പോർട്ടന്റ്, by ensuring the principle of self-determination of the people and encouraging cooperation between countries. രാജ്യങ്ങളുടെ സ്വയം നിർണയാവകാശം ഉറപ്പാക്കിക്കൊണ്ട് രാജ്യങ്ങളുടെ സ്വയം ഭരണം അഥവാ സ്വയം നിർണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അല്ലാതെ ഏതെങ്കിലും കുറെ രാജ്യങ്ങളുടെ ആധിപത്യം ഞങ്ങളാണ് എന്ന് പറയുകയല്ല. അല്ലെ? ഡൗട്ട് ഉണ്ടാവരുത്. 42 അംഗരാജ്യങ്ങളുണ്ട്, ശരിയാണ്. ആ 42 അംഗരാജ്യങ്ങളുടെ അതോറിറ്റി ഒന്നും ഈ സംഘടന ഏറ്റെടുക്കുന്നില്ല. മറിച്ച് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് വേണ്ടി ഒരു മീഡിയേറ്റർ, ഇടനിലക്കാരനായി പ്രവർത്തിക്കാം. രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മീഡിയേറ്ററായി പ്രവർത്തിക്കാം. രാഷ്ട്രങ്ങൾ തമ്മിൽ വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കണമെങ്കിൽ മീഡിയേറ്ററായി പ്രവർത്തിക്കാം. രാഷ്ട്രങ്ങൾ തമ്മിൽ സഹകരണ കരാർ ആവശ്യമാണെങ്കിൽ മീഡിയേറ്ററായി പ്രവർത്തിച്ചു കൊള്ളാം. പക്ഷേ ഒരു രാജ്യത്തിന്റെയും അവരുടെ ഭരണ സംവിധാനത്തിൽ ഇടപെടില്ല. രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യില്ല. ഇതായിരുന്നു ലീഗ് ഓഫ് നാഷൻസിന്റെ രൂപീകരണ ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യം എന്താണ്? ടു പ്രിവെന്റ് ദ ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ
to promote peace and security among nations by ensuring the principle of self-determination of people and encouraging cooperation between countries. ഇനി ലീഗ് ഓഫ് നാഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് അധിക വിവരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. PSC ചോദിക്കാറുള്ള ചില പോയിന്റ്സ് ആണ് കേട്ടോ. നമ്മൾ ലീഗ് ഓഫ് നാഷൻസിനെ കുറിച്ച് 2 വർഷങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. എന്തൊക്കെ? ഒന്ന്, ലീഗ് ഓഫ് നാഷൻസ് നിലവിൽ വന്നത് 1920 ജനുവരി 10-ന്. ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം, സമാധാന സമ്മേളനം പാരീസിൽ നടന്നത് 1919 ജനുവരി 18 മുതൽ 20 വരെ. ഈ 2 ഡേറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുന്നു. ബാക്കി നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലീഗ് ഓഫ് നാഷൻസ് known as the Covenant. The Covenant of League of Nations. ലീഗ് ഓഫ് നാഷൻസിന്റെ ഭരണഘടനയാണ് ദ കവനന്റ് എന്ന പേരിൽ അറിയപ്പെടുക. കവനന്റ് എന്ന നിയമസംഹിത അഥവാ ഭരണഘടന അംഗീകരിച്ചത് അല്ലെങ്കിൽ ഒപ്പുവെക്കുന്നത് 1919 ജൂൺ 28 ലീഗ് ഓഫ് നാഷൻസിന് ഭരണഘടന അറിയപ്പെടുന്നത് ദ കവനന്റ് എന്നാണ്. ദ കവനന്റ് എന്ന ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഒപ്പുവെക്കുന്നത് അഥവാ അംഗീകരിക്കുന്നത് 1919 ജൂൺ 28. ക്ലിയർ ആണ്. ദ ഫസ്റ്റ് ഒഫീഷ്യൽ മീറ്റിംഗ് ഓഫ് ലീഗ് ഓഫ് നാഷൻസ് held at Paris on 16th January 1920. 1920 ജനുവരി 10 ലീഗ് ഓഫ് നാഷൻസ് നിലവിൽ വന്നു. ആ ലീഗ് ഓഫ് നാഷൻസിന്റെ ആദ്യ പൊതുസമ്മേളനം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനീവയിലാണ്. 1920 നവംബർ 15. 1920 നവംബർ 15. എന്നാൽ ആദ്യ സമ്മേളനം നടക്കുന്നത് പാരീസിലാണ് 1920 ജനുവരി 16. ഈ 2 പോയിന്റ് നമ്മൾ വ്യത്യാസം എന്താണ് വ്യത്യാസം? ആദ്യ സമ്മേളനം നടക്കുന്നത് പാരീസിൽ വെച്ച് 1920 ജനുവരി 16 പറഞ്ഞു. അവിടെ എല്ലാ അംഗരാഷ്ട്രങ്ങളും പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എല്ലാ അംഗരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കണമെന്നുണ്ടോ? ഇല്ല. സംഘടന 1920 ജനുവരി 10 നിലവിൽ വന്നു. അതിന്റെ പേരിൽ ആദ്യ സമ്മേളനം എവിടെ വെച്ച് കൂടി? തലസ്ഥാനമായ ജനീവയിൽ വെച്ച് കൂടുകയാണ്. അല്ലെ? തലസ്ഥാനമായ ജനീവയാണ്. എന്നാൽ രൂപീകരണ സമ്മേളനം നടന്ന പാരീസിൽ വെച്ച് ആദ്യ സമ്മേളനം വിളിച്ചു കൂട്ടി. ആ പാരീസ് സമാധാന സമ്മേളനത്തിന് ഓർമ്മ പുതുക്കാനായി. എന്നാൽ ഫസ്റ്റ് ജനറൽ അസംബ്ലി, ആദ്യ പൊതുസമ്മേളനം, ഫസ്റ്റ് ജനറൽ അസംബ്ലി ഹെൽഡ് അറ്റ് ജനീവ ഓൺ 15th നവംബർ 1920. ഇവിടെ ജനറൽ അസംബ്ലി, പൊതുസഭ അഥവാ പൊതുസമ്മേളനം എന്ന് ചോദിച്ചാൽ ലീഗ് ഓഫ് നാഷൻസിലെ 42 സ്ഥാപക അംഗരാഷ്ട്രങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ് ജനറൽ അസംബ്ലി അഥവാ പൊതുസമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുക. ഡേറ്റ് ഓർമ്മിക്കണം. The Constitution of League of Nations, the Covenant. The Covenant was signed on 20th June 1990. The first meeting venue, Paris, on 16th January 1920. The first General Assembly held at Geneva on 15th November 1920. Dissolved on 20th April 1946. അതെന്താ അങ്ങനെ പിരിച്ചുവിടാനുള്ള കാരണം? നമ്മൾ പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് ലീഗ് ഓഫ് നാഷൻസ്. പക്ഷേ ലീഗ് ഓഫ് നാഷൻസിന് അതിന് കഴിഞ്ഞോ? ഇല്ല. പരാജയപ്പെട്ടു പോയി. അതാണല്ലോ രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്ത് 1941 അറ്റ്ലാന്റിക് ചാർട്ടർ അനുസരിച്ച് ബ്രിട്ടനും അതായത് യുണൈറ്റഡ് കിങ്ഡവും അമേരിക്കയും ചേർന്ന് തീരുമാനിച്ചു ലീഗ് ഓഫ് നാഷൻസ് പരാജയമായിരുന്നു. അതുകൊണ്ട് ഇനി അത് തുടർന്ന് കൊണ്ടുപോകണ്ട. പകരം ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോഴേക്കും പുതിയൊരു സംഘടന നമുക്ക് ആരംഭിക്കണം. അങ്ങനെ ഐക്യരാഷ്ട്രസഭ അറ്റ്ലാന്റിക് ചാർട്ടർ പ്രകാരം ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും കുറെ സമ്മേളനങ്ങൾക്ക് ശേഷം ഒടുവിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യുക. അങ്ങനെ പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന സമാധാന സംഘടനയായ ഈ ലീഗ് ഓഫ് നാഷൻസ് 1946 ഏപ്രിൽ മാസം 20 പിരിച്ചുവിടുക. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്. ലീഗ് ഓഫ് നാഷൻസ് പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ 20. ലീഗ് ഓഫ് നാഷൻസ് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്താക്കാം? Lack of collective cooperation and unity among the member nations.
42 അംഗരാജ്യങ്ങളുണ്ട് സ്ഥാപക അംഗങ്ങളായിട്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യമില്ല. കൂട്ടായ പ്രവർത്തനമില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ഈ അംഗരാഷ്ട്രങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അവരുടെ സഹകരണ മനോഭാവത്തോടുകൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ആർക്ക് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. ലീഗ് ഓഫ് നാഷൻസിന് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. അതാണ് കുറച്ചുകൂടെ ശരി. മനസ്സിലായോ? അപ്പോൾ ലീഗ് ഓഫ് നാഷൻസ് ഡിസോൾവ്ഡ് ഓൺ 20th April 1946. Reason for failure, lack of collective cooperation and unity among member nations. സെറ്റാണ്. ഇനി അടുത്ത് പറയുന്നു ലീഗ് ഓഫ് നാഷൻസിന്റെ ഘടകങ്ങൾ. മെയിൻ ഓർഗൻസ് ഓഫ് ദ ലീഗ് ഓഫ് നാഷൻസ്. മെയിൻ ഓർഗൻസ് ഓഫ് ദ ലീഗ് ഓഫ് നാഷൻസ്. പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ലീഗ് ഓഫ് നാഷൻസിനുള്ളത്. കൗൺസിൽ. കൗൺസിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എക്സിക്യൂട്ടീവ് ഭരണസമിതി എന്ന് പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുക. പ്രധാന തീരുമാനങ്ങളൊക്കെ ഉള്ളുന്ന സമിതി. വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവൂ. അന്തിമ തീരുമാനം കൗൺസിലിൻ്റെതായിരിക്കും. അസംബ്ലി. അസംബ്ലി എന്ന് പറയുമ്പോൾ സമ്മേളനം. എല്ലാ അംഗരാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന അസംബ്ലി. ഓക്കെ. ദെൻ സെക്രട്ടേറിയറ്റ്. കത്തിടപാടുകൾ നടത്തുക, റിപ്പോർട്ട് തയ്യാറാക്കുക, ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുക, അംഗരാഷ്ട്രങ്ങളെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുക തുടങ്ങിയൊക്കെ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് എന്ന ദൈനംദിന കാര്യനിർവഹണ സമിതിയാണ്. ഉദ്യോഗസ്ഥ വൃന്ദമാണ് അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ഐക്യരാഷ്ട്രസഭയിലേക്ക് പോകുമ്പോൾ പഠിക്കും വിശദമായിട്ട്. ഈ 3 ഘടകങ്ങളും അവിടെയും ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിന്റെ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയാണല്ലോ ലീഗ് ഓഫ് നാഷൻസ്, അല്ലെങ്കിൽ ലീഗ് ഓഫ് നാഷൻസിന്റെ പിൻഗാമിയാണല്ലോ ഐക്യരാഷ്ട്രസഭ ആ അർത്ഥത്തിൽ. അപ്പോൾ കൗൺസിൽ, അസംബ്ലി, സെക്രട്ടേറിയറ്റ് 3 ഘടകങ്ങളുണ്ട്. ദ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിന്റെ ആദ്യ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് എറിക് ഡ്രമണ്ട്, ഇംഗ്ലീഷുകാരനായ സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. എറിക് ഡ്രമണ്ട്. ദ ലാസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് ലീഗ് ഓഫ് നാഷൻസ് സീൻ ലെസ്റ്റർ എന്ന അയർലൻഡുകാരനായ സീൻ ലെസ്റ്റർ. അപ്പോൾ ഓർമ്മിക്കുക, മെയിൻ ഓർഗൻസ് ഓഫ് ലീഗ് ഓഫ് നാഷൻസ്. ലീഗ് ഓഫ് നാഷൻസിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് കൗൺസിൽ, അസംബ്ലി, സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിലെ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനായ എറിക് ഡ്രമണ്ട് ആണ്. അവസാന സെക്രട്ടറി ജനറൽ, കാരണം ലീഗ് ഓഫ് നാഷൻസ് 1946 ഏപ്രിൽ 20 പിരിച്ചുവിട്ടു അല്ലെ. 1946 ഏപ്രിൽ 20 പിരിച്ചുവിട്ടു. ആ സമയത്ത് സെക്രട്ടറി ജനറലായി സേവനം ചെയ്തത് ഐറിഷ് പൗരനായ സീൻ ലെസ്റ്ററുമാണ്. ലീഗ് ഓഫ് നാഷൻസിന് 3 ഘടകങ്ങളുണ്ട്. ഈ 3 ഘടകങ്ങൾ കൂടാതെ 2 ഉപഘടകങ്ങളുണ്ട്. 2 ഉപഘടകങ്ങളുണ്ട്. നോക്കാമോ അതുകൂടെ? സബ്സിഡറി ഓർഗൻസ് ഓഫ് ദ ലീഗ് ഓഫ് നാഷൻസ്. ലീഗ് ഓഫ് നാഷൻസിന് 3 ഘടകങ്ങളും 2 ഉപഘടകങ്ങളുമുണ്ട്. ആ 2 ഉപഘടകങ്ങളാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. 2 ഉപഘടകങ്ങളുണ്ട്. ആ 2 ഉപഘടകങ്ങളാണ് അടുത്ത് നമുക്ക് നോക്കാം. നോക്കിയാലോ? യെസ്, നോക്കാം. ഒന്ന്, പെർമനന്റ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഘടകം അറിയപ്പെടുക, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇവിടെ ലീഗ് ഓഫ് നാഷൻസിന്റെ ഉപഘടകമായി പ്രവർത്തിച്ചത് പെർമനന്റ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ജസ്റ്റിസ്, located at The Hague in Netherlands. Second one, International Labour Organization. International Labour Organization. Headquarters at Geneva in Switzerland. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഇതിന്റെ ആസ്ഥാനം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILO. ഓക്കെ. പെർമനന്റ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്ന നെതർലൻഡിലെ ഹേഗുമാണ്. ഇത്രയേ ഉള്ളൂ ലീഗ് ഓഫ് നാഷൻസിനെ കുറിച്ച് പറയാൻ. അപ്പോൾ ലീഗ് ഓഫ് നാഷൻസിന് 3 ഘടകങ്ങളുണ്ട്, 2 ഉപഘടകങ്ങൾ. സബ്സിഡറി ഓർഗൻസ് ഓഫ് ദ ലീഗ് ഓഫ് നാഷൻസ്, പെർമനന്റ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ജസ്റ്റിസ്, located at Hague in Netherlands. International Labour Organization, located at Geneva in Switzerland. സെറ്റാണ്. ഇത്രയും കൃത്യമായി പഠിക്കുക. ലീഗ് ഓഫ് നാഷൻസിന്റെ പിൻഗാമി എന്ന് കണക്കാക്കുന്ന ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങും. ഐക്യരാഷ്ട്രസഭയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഐക്യരാഷ്ട്രസഭയ്ക്ക് നിലവിൽ 5 ഘടകങ്ങളുണ്ട്. 5 ഘടകങ്ങൾ വിശദമായി പഠിക്കും. തുടർന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു 15 സ്പെഷ്യൽ ഏജൻസീസ് ഉണ്ട്. ആ 15 സ്പെഷ്യൽ ഏജൻസീസ് കൃത്യമായി പഠിക്കും.
തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര ഏജൻസികൾ ചിലതുണ്ട്, മനുഷ്യാവകാശ സംഘടന പോലുള്ള ചിലത്, അത് പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കും. എനിക്ക് ഒറ്റ ആവശ്യമേ നിങ്ങളോട് പറയാനുള്ളൂ, ഓരോ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, കൃത്യമായ ഇടവേളകളിൽ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക, കൃത്യമായ ഇടവേളകളിൽ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക, മുന്നോട്ട് പോകുക. എത്രത്തോളം നിങ്ങൾ റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവും. റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഓർമ്മയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.